അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ സോളിഡ്സിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയായ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. നമുക്ക് സോളിഡ്സിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കണ്ടക്ടിവിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇനി കണ്ടക്ടേഴ്സ് എന്താ നോക്കാം. The solids with conductivity ranging between 10 raised to 4 to 10 raised to 7 ohm inverse meter inverse are called conductors. Insulators എന്ന് പറയുന്നത് these are solids with very low conductivities ranging between 10 raised to minus 20 to 10 raised to minus 10 ohm inverse meter inverse. And semiconductors, these are solids with conductivities in the intermediate range from 10 raised to minus 6 to 10 raised to 4 ohm inverse meter inverse. അപ്പോൾ കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റി നന്നായി കണ്ടക്ട് ചെയ്യും, ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, സെമി കണ്ടക്ടേഴ്സ് പാർഷ്യലി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മെറ്റൽസ്, എങ്ങനെയാണ് മെറ്റൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് നോക്കാം. അതിന് നമ്മൾ 3 ബാൻഡ്സ് അറിഞ്ഞിരിക്കണം. വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡൻ ബാൻഡ്. വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ദ എനർജി ബാൻഡ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ബാൻഡിനെയാണ് നമ്മൾ ആ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. സോ ദേ കൺസിസ്റ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എനർജി ലെവൽ and is known as valence band. The valence band is present below the conduction band and the electrons of this valence band are loosely bound to the nucleus of the atom. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ദേ ആർ ലൂസ്ലി ബൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണ്ടക്ഷൻ ബാൻഡ്. ദി എനർജി ബാൻഡ് ദറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എനർജി ലെവൽ ഈസ് നോൺ ആസ് കണ്ടക്ഷൻ ബാൻഡ്. For electrons to be free, external energy must be applied such that the valence electron get pushed into conduction band and become free. ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ആർ ഫ്രീ ആൻഡ് വാലൻസ് ബാൻഡിൽ നിന്ന് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ നമ്മൾ എനർജി അപ്ലൈ ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ആർ pushed into the conduction band and they become free to move. Next is forbidden band. The energy gap between the valence band and the conduction band is known as forbidden band, which is also known as forbidden gap. ഇതിനെ നമ്മൾ forbidden gap എന്നും പറയും. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടിയും ക്ലിയർ ആവും. കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ആദ്യത്തെ പിക്ചർ കണ്ടക്ടേഴ്സിൻ്റെയാണ്. അവിടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഈ ഒരു ബാൻഡ്, അതാണ് ഇവിടെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ വാലൻസ് ബാൻഡ്, പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്യും കണ്ടക്ടേഴ്സിൽ. എന്നിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. അത് കാരണമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഇൻസുലേറ്റേഴ്സിൽ ഈ വാലൻസ് ബാൻഡും ഈ കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കൂടുതലാണ്. അതിനെയാണ് നമ്മൾ ഫോർബിഡൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ സോൺ എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പ് കൂടുതലായത് കാരണം ഇലക്ട്രോൺസ് ഒരു കാരണവശാലും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യില്ല. അതാണ് ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത്. നെക്സ്റ്റ് സെമി കണ്ടക്ടേഴ്സിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രോൺസിന് ഈ ഒരു വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് സെമി കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾവേസ് ദ എനർജി ഓഫ് വാലൻസ് ബാൻഡ് ഈസ് ലെസ്സർ ദാൻ കണ്ടക്ഷൻ ബാൻഡ്. Next, doping and electronic defects. Doping is the process of adding impurities to intrinsic semiconductors to alter their properties. Normally, trivalent and pentavalent elements are used to dope silicon and germanium. നമ്മൾ സാധാരണ സിലിക്കണിലും ജെർമാനിയത്തിലാണ് ഡോപ്പിംഗ് നടത്താറ്. ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കണ്ടക്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ് ആണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് തരുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പിംഗ് നടത്തുമ്പോഴാണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് തരുന്നത്. അപ്പോൾ നമുക്കിത് വിശദമായിട്ട് നോക്കാം. എന്താണ് ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. ഫസ്റ്റ്
ഇലക്ട്രോൺ റിച്ച് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുക. When silicon and germanium are doped with 15th group elements like phosphorus and arsenic which contain 5 valence electrons. ഇവിടെ സിലിക്കൺ ആൻഡ് ജെർമാനിയത്തിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്, കാർബൺ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്. എന്നാൽ നമ്മൾ ഇതിനെ 15th ഗ്രൂപ്പ് എലിമെൻറ്റ്സ് ആയ ഫോസ്ഫറസും ആർസനിക് ഒക്കെ വെച്ചിട്ടാണ് ഇതിൽ ഡോപ്പിംഗ് ചെയ്യുന്നത്. അതിലൊക്കെ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. So 4 out of the 5 valence electrons are used in the formation of 4 valence bonds with the 4 neighboring silicon atoms. അപ്പോൾ ഈ ഫോസ്ഫറസിലെയും ആർസനിക്കിലെയും 5 ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോൺസിൽ 4 എണ്ണം സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്യും, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ദ ഫിഫ്ത്ത് ഇലക്ട്രോൺ ഈസ് ഫ്രീ ആൻഡ് ബിക്കം ഡീലോക്കലൈസ്ഡ്. ഈ 5ാമത്തെ ഇലക്ട്രോൺ അവിടെ ഫ്രീ ആയിട്ട് കിടക്കും, കാരണം ഇത് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്. ദീസ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ഡോപ്ഡ് സിലിക്കൺ ഓർ ജെർമാനിയം. ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ ആണ് ജെർമാനിയം അല്ലെങ്കിൽ സിലിക്കൺ, ഡോപ്പ് ചെയ്ത സിലിക്കൺ അല്ലെങ്കിൽ ജെർമാനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത്. ദ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. ഹെൻസ് സിലിക്കോൺ ഡോപ്ഡ് വിത്ത് ഇലക്ട്രോൺ റിച്ച് ഇംപ്യൂരിറ്റീസ് ഈസ് കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇവിടെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ കാരണം ആരാണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ടാണ് അതിനെ എൻ ടൈപ്പ്, നെഗറ്റീവിൻ്റെ എൻ ആണ് അത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇതാണ് സിലിക്കൺ. സിലിക്കണിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഫോസ്ഫറസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഡോപ്പിംഗ് ചെയ്യുന്നത്. ആഡിങ് ഫോസ്ഫറസ് ടു പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ റിസൾട്ട്സ് ഇൻ സർപ്ലസ് ഇലക്ട്രോൺസ്. എക്സ്ട്രാ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫോസ്ഫറസ് ആഡ് ചെയ്യുമ്പോൾ. ആൻഡ് ഇറ്റ് ബിക്കംസ് എ ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത ഈ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ ഫ്രീ ആയിട്ട്, ബാക്കി എല്ലാതും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺ അവിടെ ഫ്രീ ആയിട്ട് കിടക്കും. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ആണ് ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇംപ്യൂരിറ്റീസ്, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. വെൻ സിലിക്കൺ ഓർ ജെർമാനിയം ഡോപ്ഡ് വിത്ത് 13th ഗ്രൂപ്പ് എലിമെൻറ്റ്സ് ലൈക്ക് ബോറോൺ, അലുമിനിയം ഓർ ഗാലിയം വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 3 വാലൻസ് ഇലക്ട്രോൺസ്. ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ലെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുക സിലിക്കൺ അല്ലെങ്കിൽ ജെർമാനിയത്തിന് നമ്മൾ ഗ്രൂപ്പ് 13 എലിമെൻറ്റ്സ് ആയ ബോറോൺ, അലുമിനിയം അല്ലെങ്കിൽ ഗാലിയം വെച്ചിട്ട് ഡോപ്പിംഗ് നടത്തുമ്പോഴാണ്. The place where the 4th valence electron is missing is called electron hole or electron vacancy. അപ്പോൾ ഇവിടെ നേരത്തെ കണ്ട പോലെ എക്സ്ട്രാ ഇലക്ട്രോൺ അല്ല വരുന്നത്, ഒരു ഇലക്ട്രോൺ കുറവുള്ള സിറ്റുവേഷനിലാണ് ഇത്. അതുകൊണ്ട് ആ മിസ്സിംഗ് ഇലക്ട്രോൺ ഉള്ള പോർഷനെ നമ്മൾ ഇലക്ട്രോൺ ഹോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വാക്കൻസി എന്ന് വിളിക്കുന്നത്. ആൻ ഇലക്ട്രോൺ ഫ്രം നൈബറിംഗ് ആറ്റം ക്യാൻ കം ആൻഡ് ഫിൽ ദ ഇലക്ട്രോൺ ഹോൾ. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രോണ് ഈ ഇലക്ട്രോൺ ഹോളിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ അതുണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ഹോൾ ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഇൻ ഡൂയിങ് സോ ഇറ്റ് വുഡ് ലീവ് ആൻ ഇലക്ട്രോൺ ഹോൾ അറ്റ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ അത് ആക്ച്വലി ഉണ്ടായിരുന്ന ആ പൊസിഷനിൽ അവിടെ ഹോൾ ക്രിയേറ്റ് ചെയ്യും, കാരണം ആ ഇലക്ട്രോൺ ആണ് ഈ ഹോളിലേക്ക് ജമ്പ് ചെയ്തത്. If it happens, it would appear as if the electron hole has moved in direction opposite to that of the electron that filled it. അപ്പോൾ ഇലക്ട്രോൺസ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഹോള് മൂവ് ചെയ്യുന്നതായിട്ട് അപ്പിയർ ചെയ്യുക. Under the influence of electric field, electrons would move towards the positively charged plate through electronic holes. But it would appear as if electron holes are positively charged. നമ്മൾ ഈ ഇലക്ട്രോൺ ഹോൾസിനെ പോസിറ്റീവ്ലി, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ആർ മൂവിങ് ടുവേർഡ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്. ദിസ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പം ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോള് കാരണമാണ് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പിക്ചർ ഇവിടെ കാണാം. ഇവിടെ ബോറോൺ വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്തത് സിലിക്കണിന്. അപ്പോൾ ഈ ഹോള് ഇവിടെ ശരിക്കും
ആക്ച്വലി ഇവിടെ ഇലക്ട്രോൺ വേണ്ടതാണ്, പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ഹോളാണ് നിൽക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തൊരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ആ ജമ്പിങ് ടെൻഡൻസി വരുന്നത് കാരണമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോൾ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പേസ് കാരണമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തത്. ഇത് ആദ്യം കാണിച്ചത് പെർഫെക്റ്റ് സിലിക്കൺ ക്രിസ്റ്റലാണ്. രണ്ടാമത് കാണിച്ചത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇവിടെ ഈ പോയിന്റ് ഈ മാർക്ക് ചെയ്തതാണ് എക്സ്ട്രാ ഇലക്ട്രോൺ. ഇതാണ് മൊബൈൽ ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോൺ ആണ്. അതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റിയാണിത്. അതിൻ്റെ കാരണം കൊണ്ടാണ് ഇവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവുന്നത്. അതാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. എന്നാൽ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഇവിടെ ഇലക്ട്രോൺ വേണ്ട സ്ഥലത്ത് ഇലക്ട്രോൺ ഇല്ല, ഒരു ഹോളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പോസിറ്റീവ് ഹോൾ എന്ന് വിളിക്കുന്നത്, നോ ഇലക്ട്രോൺ. അതിൻ്റെ കാരണമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് ജമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഫൈൻഡ്സ് എ ഗ്രേറ്റ് യൂസ് ഇൻ മാനുഫാക്ചറിങ് ഇലക്ട്രോണിക് കമ്പോണൻസ്. അത് ഒന്നാമത്തെ യൂസ്. നമ്മൾ ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഈ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഫിസിക്സിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. ഡയോഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് റെക്ടിഫയർ. അപ്പോൾ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഡയോഡ് എന്ന് വിളിക്കുന്നത്. അത് റെക്ടിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസിസ്റ്റേഴ്സ് ആർ മാനുഫാക്ചർഡ് ബൈ കീപ്പിംഗ് എ ലെയർ ഓഫ് വൺ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ബിറ്റ്വീൻ ടു ലെയേഴ്സ് ഓഫ് അനദർ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. അതായത് നമുക്ക് എൻ പി എൻ അല്ലെങ്കിൽ പി എൻ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് അതിനെ വിളിക്കുക. അപ്പോൾ ഒരു ലെയർ എൻ ടൈപ്പ് ആണെങ്കിൽ അടുത്ത ലെയർ പി ടൈപ്പ്, അതിൻ്റെ താഴെ വീണ്ടും എൻ ടൈപ്പ്. അപ്പോൾ ആ രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ട്രാൻസിസ്റ്ററിൽ നമ്മൾ വെക്കുന്നത്. എൻ പി എൻ ആൻഡ് പി എൻ പി ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ഓർ ആംപ്ലിഫൈ റേഡിയോ ഓർ ഓഡിയോ സിഗ്നൽസ്. The solar cell is an efficient photodiode used for conversion of light energy into electrical energy. Gallium arsenide semiconductors have very fast response and have transformed the design of semiconductor devices. അപ്പോൾ ഗാലിയം ആർസിനൈഡ് സെമി കണ്ടക്ടർ നമ്മൾ പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാറുണ്ട്. ദേ ഹാവ് വെരി ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഹാവ് ട്രാൻസ്ഫോംഡ് ദ ഡിസൈൻ ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ്. Then transition metal oxide show marked differences in electrical properties. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അതിന് താഴെ കൊടുത്തത് TiO, CrO2 and ReO3 behave like metals. Rhenium oxide ReO3 resembles metallic copper in terms of its conductivity and appearance. കോപ്പറിനോട് സിമിലാരിറ്റി കാണിക്കുന്നതാണ് ഈ ഒരു ഓക്സൈഡ്. ട്രാൻസിഷൻ മെറ്റലിൻ്റെ ഓക്സൈഡാണ്. certain other oxides like വനേഡിയത്തിൻ്റെ ഓക്സൈഡാണ് VO, VO2, VO3 and ടൈറ്റാനിയത്തിൻ്റെ ഓക്സൈഡ് TiO3 exhibit metallic or insulating properties depending on temperature. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ യൂസസ്. അപ്പോൾ ഇതൊരു ചെറിയൊരു സെക്ഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനായ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുക.